രാമൻചാടി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. രാമൻചാടി കുടിവെള്ള പദ്ധതിയുടെ സിരാകേന്ദ്രം. പെരിന്തൽമണ്ണയ്ക്ക് കുളിരായി തെളിനീരൊഴുകും. പെരിന്തൽമണ്ണയുടെയും സമീപ പ്രദേശങ്ങളുടെയും രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരവുമായി അങ്ങനെ രാമൻചാടി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. ഇതാണ് രാമൻചാടി കുടിവെള്ള പദ്ധതിയുടെ സിരാകേന്ദ്രം. തൂതപ്പുഴയിലെ ഈ രാമൻചാടി കടവിൽ നിന്നാണ് പദ്ധതിയിലേക്ക് ശുദ്ധജലമൊഴുകുന്നത്. 2017-18 കാലഘട്ടത്തിൽ കിഫ്ബിയിൽ നിന്നും 100 കോടിയോളം രൂപയ്ക്ക് വിഭാവനം ചെയ്ത രാമൻചാടി കുടിവെള്ള പദ്ധതിയിലൂടെ പെരിന്തൽമണ്ണയ്ക്ക് കുളിരായി ഇനി തെളിനീരൊഴുകും. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. രാമൻചാടി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ പെരിന്തൽമണ്ണ നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും ജനങ്ങൾ ഏറെ ആശ്വാസത്തിലാണ്. കൊടിയ വേനലിൽ കുടിവെള്ളം കിട്ടാക്കനിയാവുന്ന കാലത്ത് പെരിന്തൽമണ്ണയിലുള്ളവരും സമീപ പഞ്ചായത്തിലുള്ളവരും പ്രതീക്ഷയോടെ കാത്തിരുന്നത് രാമൻചാടി കുടിവെള്ള പദ്ധതിക്കായാണ്. നിലവിൽ കട്ടുപ്പാറ ശുദ്ധജല പദ്ധതിയിലെ 3.5 MLD ശേഷിയുള്ള ജലവിതരണ സംവിധാനം മതിയാവാതെ വന്നപ്പോഴാണ് രാമൻചാടി പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത്. 2017-18 കാലഘട്ടത്തിൽ മഞ്ഞളാംകുഴി അലി പെരിന്തൽമണ്ണ MLA ആയിരുന്ന കാലത്താണ് കിഫ്ബി രാമൻചാടി കുടിവെള്ള പദ്ധതിക്കായി 92.50 കോടി രൂപ അനുവദിക്കുന്നത്. പിന്നീട് പ്രളയം, കൊറോണ തുടങ്ങി പദ്ധതി പ്രാവർത്തികമാക്കാൻ സാങ്കേതികതയും സാഹചര്യങ്ങളും ഏറെ തടസ്സം നിന്നു. 2022 മാർച്ചിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യം വെച്ച പദ്ധതിയാണ് സാങ്കേതിക സാഹചര്യ കുരുക്കിൽപ്പെട്ട് 2025 വരെ നീണ്ടുപോയത്. തൂതപ്പുഴയിലെ രാമൻചാടി കടവിൽ നിർമ്മിച്ച മെയിൻ പമ്പ് ഹൌസാണ് രാമൻചാടി കുടിവെള്ള പദ്ധതിയുടെ സിരാകേന്ദ്രം. ഇവിടെ നിന്നും 23 MLD ശേഷിയിൽ ജലം വിതരണം ചെയ്യാനാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പെരിന്തൽമണ്ണ നഗരസഭയുടെയും ഏലംകുളം, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തുകളിലെയും രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമാകും. രാമൻചാടി കുടിവെള്ള പദ്ധതിയിലൂടെ കുറ്റമറ്റ ജലവിതരണം സാധ്യമാക്കാനായി നഗരസഭ അശ്രാന്ത പരിശ്രമം തന്നെ നടത്തിയിട്ടുണ്ട്. നഗരസഭാ പ്രദേശത്തെ 47 കിലോമീറ്റർ പഴയ പൈപ്പുകൾ മാറ്റി പുതിയ GI പൈപ്പുകൾ സ്ഥാപിച്ചു. ട്രീറ്റ്മെന്റ് പ്ലാന്റിലൂടെ ആധുനിക രീതിയിൽ ശുദ്ധീകരിച്ചെടുത്ത വെള്ളമാണ് കുടിവെള്ള പൈപ്പിലൂടെ ഒഴുകിയെത്തുക. ഈ സംവിധാനങ്ങൾ ഒരുക്കാൻ 25.5 കോടി രൂപയും ചെലവിട്ടു. പദ്ധതിയിൽ നിന്ന് 11 MLD വെള്ളം പെരിന്തൽമണ്ണ നഗരസഭയ്ക്കും 4 MLD വെള്ളം വീതം അലിഗഡ് ക്യാമ്പസിനും അങ്ങാടിപ്പുറം, ഏലംകുളം പഞ്ചായത്തുകൾക്കും നൽകാനാണ് കരാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പെരിന്തൽമണ്ണ നഗരസഭയുടെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായി ആവിഷ്കരിച്ച പദ്ധതിയിൽ പിന്നീട് ഏലംകുളം, അങ്ങാടിപ്പുറം പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. നഗരസഭാ അധ്യക്ഷർ തൊട്ട് MLA, മിനിസ്റ്റർ, സ്പീക്കർ തലം വരെയുള്ളവരുടെ ഇടപെടലിലാണ് ഈ ബൃഹത്തായ പദ്ധതി കമ്മീഷനിംഗ് ചെയ്യാൻ പോകുന്നത്. രാമൻചാടി കടവിലെ പമ്പ് ഹൌസിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. ആ കടമ്പ് കൂടി കടന്നാൽ സഫലീകരിക്കപ്പെടുന്നത് ഒരു നാടിന്റെ അപ്പാടെ ദാഹമകറ്റാനുള്ള സംവിധാനമാണ്. വരും ദിവസങ്ങളിൽ ടുഡേ ന്യൂസ് ചർച്ച ചെയ്യുന്നു രാമൻചാടിയുടെ നാൾവഴികൾ കൂടി. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.